ഹായ് ഡിയേഴ്സ്, ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം. എ വെസൽ കണ്ടെയ്ൻസ് 4.05 liters of coconut oil. It is to be used to fill 0.45 liters bottle. How many bottle are needed? 4.05 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതായത് 4 ലിറ്ററും 50 മില്ലി ലിറ്ററും. അതെന്ത് ചെയ്യുന്നു? 450 മില്ലി ലിറ്റർ വരുന്നത്. 0.45 ലിറ്റർ എന്ന് പറഞ്ഞാൽ 450 മില്ലി ലിറ്ററാണ്. അങ്ങനത്തെയുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ എത്ര ബോട്ടിൽ വേണം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് നമ്മളുള്ളത് ആകെയുള്ള കോക്കനട്ട് ഓയിലാണ് അല്ലേ, ടോട്ടൽ ഓയിൽ എന്ന് പറയുന്നത്. ടോട്ടൽ ആകെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? 4.05 ആണ്. ആ ഒരു ചെറിയ ബോട്ടിൽ കൊള്ളുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ 450 ml, 0.45. ഹൗ മെനി ബോട്ടിൽസ് ആർ നീഡഡ്? അപ്പോൾ നമുക്ക് ചെറിയ കുപ്പികളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ടോട്ടൽ ഓയിൽ 4.05, ഓയിൽ കണ്ടെയ്നിങ് സ്മോൾ ബോട്ടിൽസ് 0.45 ലിറ്റർ. നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ ടു 4.05 ബൈ ഡിവിഷൻ ആണ്. ഡിവിഷന് ബൈ ഇട്ടാലും മതി, 0.45 വരും. പോയിൻ്റ് ഉണ്ടാകുമ്പോൾ പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് പോയിൻ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്ട്, ചില നമ്പർ നമുക്ക് പോയിൻ്റിൽ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിലതിൽ നമുക്ക് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ 405, 45 എന്നൊക്കെ പറയുന്ന നമ്പർ നമുക്ക് പെട്ടെന്ന്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊന്നും കിട്ടാത്ത ഒരു വലിയ ടൈപ്പ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ പോയിൻ്റ് കളയാം. പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് ഡിനോമിനേറ്ററിൽ 0 വരുന്നതാണ്. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് എന്നാണ്. ഡിനോമിനേറ്ററിൽ 0 കഴിഞ്ഞിട്ട്, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് എന്നാണ്. 0.45 ആണ് ഇവിടെ ഉള്ളത് അല്ലേ, ഡിനോമിനേറ്ററിൽ 0.45. പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, 2 നമ്പർ ഉണ്ട്. മുകളിലും 2 നമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ ചെയ്യുമ്പോൾ താഴത്തത് മാത്രം നോക്കിയിട്ട് ചെയ്യാം. ചിലപ്പോൾ മുകളിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ താഴത്തത് നോക്കാം. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇൻറ്റു 100 ചെയ്യാം. താഴെ ചെയ്യുന്ന നമ്പറാണ് മുകളിൽ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വന്നതാണ്. ഇനി ഇപ്പോൾ താഴത്തത് മാത്രം, താഴെ ഇപ്പം 2 എണ്ണവും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമാണെങ്കിലും നമ്മൾ മേലെയും താഴെ 100 കൊണ്ട് തന്നെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് പോയിൻ്റ് ഒഴിവായിട്ട് 405/45 വരും. ഇനി അതിൻ്റെ ഡിവിഷൻ സിമ്പിളാണ് അല്ലേ, 45. നമുക്കറിയാം 45 × 10 450 ആണ്. 45 × 10 450 ആണ്. 450 ഒരു 45 കുറച്ചാൽ, അതായത് 9 പ്രാവശ്യം ആണെങ്കിൽ അത് 405 ആണ് വരും. അത് പിന്നെ ഡിവൈഡ് ചെയ്യുന്ന വേണ്ട, നിങ്ങൾ ടേബിൾ വേണമെങ്കിൽ ഇൻറ്റു ചെയ്ത് നോക്കാം അല്ലേ. 405 × 5 6, 7, 8 അങ്ങനെ ഓരോ നമ്പറിനെ കൂടി ഇൻറ്റു ചെയ്ത് നോക്കിയാൽ അതിന് ആൻസർ കിട്ടും. Question number 2. An iron rod 17.5 meters long is cut into pieces of length 2.5 meter each. How many pieces are there? അതായത് 17.5 മീറ്റർ നീളമുള്ള ഒരു ലോങ് റോപ്പ് ഉണ്ട്, അയൺ റോപ്പ് ഉണ്ട്, ഇരുമ്പിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? 2.5 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പീസ് ആക്കിയിട്ട് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അത് എത്ര പീസ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് 17.5 ആണ്. ലെങ്ത് ഓഫ് എ പീസ് എന്ന് പറയുമ്പോൾ 2.5 മീറ്റർ. നമ്പർ ഓഫ് പീസസ് ഈക്വൽ ടു 17.5/2.5. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് താഴെ ഒരു നമ്പറേ ഉള്ളൂ, മുകളിൽ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 10 അല്ലേ, ഇൻറ്റു 10 ചെയ്താൽ ഈ പോയിൻ്റ്, ഇവിടെയുള്ള പോയിൻ്റ് മാറിയിട്ട് ഇപ്പുറം വരും. അപ്പോൾ 25 വരും. ഇവിടെയുള്ള പോയിൻ്റ് മാറിയിട്ട് ഇപ്പുറം 175 ആവും. 2 പോയിൻ്റ് ഇതേപോലെ ആയതുകൊണ്ട് പിന്നെ ഇൻറ്റു 10 ആകുമ്പോൾ തന്നെ ആ പോയിൻ്റ് അങ്ങോട്ടേക്ക് പോകും. ഇനി 25 കൊണ്ടുള്ള ഡിവിഷനാണിത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 25 1 25, 2 50, 3 75, 4 100 ആയി അല്ലേ. പിന്നെ വീണ്ടും 25 50 75 100 രീതിയിലാണ് വരിക. നമുക്കറിയാം 25 50 75 100 125 150 175 ആകുമ്പോഴത്തേക്ക് 7 തവണയാണ് പോവുക. അതുകൊണ്ട് ആൻസർ 7 എന്നാണ് വരിക. എത്ര പീസ് ഉണ്ടാവും? 7 പീസ്. 6.5 kilogram of chili powder was packed in 0.25 kilogram packets. How many packets are there? അപ്പോൾ ടോട്ടൽ 6.5 കിലോഗ്രാം ചില്ലി പൗഡർ ഉണ്ട്. അതിൽ 0.25, അതായത് 250 ഗ്രാം. 0.25 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 250 ഗ്രാമാണ്. അതായത് ഗ്രാമിനെ കിലോഗ്രാമിലാക്കുമ്പോൾ ബൈ 1000 ആണ്. അപ്പോൾ 250/1000 വരുമ്പോഴാണ് 0.250 വരിക.
പക്ഷേ അവിടെ 0.25 എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് 0 നമ്മളത് എടുക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും നോക്കേണ്ട. നമുക്കിവിടെ ഇപ്പോൾ പോയിൻ്റ് വരുന്നത് 2 കിലോഗ്രാമിലാണ്. അപ്പോൾ കിലോഗ്രാം 6.5 കിലോഗ്രാം ചില്ലീനെ എന്ത് ചെയ്യണം, 250 മില്ലിയുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലാക്കി മാറ്റണം. ടോട്ടൽ ചില്ലി പൗഡർ 6.5 കിലോഗ്രാം, വെയിറ്റ് ഓഫ് സ്മോൾ പാക്കറ്റ് എന്നൊരു 0.25 കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ ഇതുപോലെ സ്മോൾ പാക്കറ്റ് കണ്ടെയ്നുള്ളതും ചെയ്യാം. 0.25. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈക്വൽ ടു 6.5 ബൈ 0.25. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പോയിൻ്റ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ 2 നമ്പർ ഉള്ളത് കൊണ്ട് ഇൻറ്റു 100 ചെയ്യും. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ ഉള്ളൂ. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ താഴെ ചെയ്യുന്ന നമ്പർ തന്നെ മുകളിൽ ചെയ്യണം. താഴെ 2 എണ്ണം ഉണ്ട്, മേലെ 1 ഉള്ളൂ വെച്ചിട്ട് മേലെ 10 ഇവിടെ 100 എഴുതാൻ പാടില്ല. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ടെങ്കിൽ മേലെയും താഴെയും 100 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ 100 കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10ൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, അപ്പോൾ അത് 65 ആവും. പക്ഷെ ഇവിടെ 100 ആയതുകൊണ്ട് അത് 650 ആവും. കണ്ടില്ലേ, നമ്പറിൻ്റെ കൂടെ 10 വരുമ്പം തന്നെ അത് 65 ആവും അല്ലേ. 100 ആയതുകൊണ്ട് 650 എന്ന് വരും. ഇവിടെ ഉള്ളത് 25 തന്നെ വരിക. 650 ബൈ 25, ഈ 650 വന്നത് ശ്രദ്ധിക്കണം. 6.5 ഇവിടെ ഇൻറ്റു 10 വരുമ്പോൾ, ഇൻറ്റു 10 മാത്രം എഴുതാൻ പറ്റില്ല, കാരണം താഴെ ഏത് നമ്പർ എഴുതുന്നു അത് തന്നെ മുകളിൽ എഴുതണം. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുക, 100 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10 ആണ് അല്ലേ. അപ്പോൾ അതിലൊരു 10 വരുമ്പം തന്നെ എന്തായി, അത് ഈ പോയിൻ്റ് ഇവിടെ എത്തിയില്ല, പോയിൻ്റ് പോയി. പിന്നെ ഒരു 10 ബാക്കിയാണ്. അപ്പോൾ 65 ഇൻറ്റു 10 എന്നാവും. അപ്പോൾ 650 വരും. അതിനെ 25 കൊണ്ട് ചെയ്യുമ്പോൾ, നമ്മൾ അത് 25 കൊണ്ട് ചെയ്യുമ്പോൾ 65ന് 2 പ്രാവശ്യം 50, പിന്നെ 15 വരും. 15 പിന്നെ ഈ 0 കൂടെ 150, 150ൽ 25 നമുക്കറിയാം. 25 കഴിഞ്ഞിട്ട് പിന്നെ 50 ആകുമ്പോൾ 2 പ്രാവശ്യം, 3 പ്രാവശ്യം 25 ആകുമ്പോൾ 75, 4 പ്രാവശ്യം ആകുമ്പോൾ 100 ആയി അല്ലേ. പിന്നെ 5 പ്രാവശ്യം ആകുമ്പോൾ 125, 6 പ്രാവശ്യം ആകുമ്പോൾ 150. അപ്പോൾ അങ്ങനെ നമുക്ക് 25 ഇൻറ്റു 6 150 കിട്ടും. അപ്പോൾ 26 സ്മോൾ പാക്കറ്റ്, ചില്ലിൻ്റെ 26 സ്മോൾ പാക്കറ്റാണ് നമുക്ക് ആക്കാൻ പറ്റുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.